എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കവിത. കവിത പ്ലസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അനഘമോളെക്കുറിച്ച് പറയാം. എൻ്റെ രണ്ടാമത്തെ അഡ്മിഷൻ മാർച്ച് മാസത്തിലാണ് ഞാൻ അനഘമോളെ പരിചയപ്പെടുന്നത്. രണ്ടാമത്തെ കീമോയ്ക്ക് വേണ്ടിയിട്ട് അന്ന് ഓങ്കോളജിയിൽ ബെഡില്ലാത്തത് കൊണ്ട് പൾമോ വാർഡിലാണ് ബെഡ് കിട്ടിയത്. കാരണം കീമോ മാറ്റി വെക്കാൻ പറ്റത്തില്ല, അസുഖം മാറിയിട്ടില്ലായിരുന്നല്ലോ. അങ്ങനെ ആ പൾമോ വാർഡിൽ തൊട്ടടുത്ത ബെഡിൽ അനഘമോൾ വന്നത്. ഞാൻ അനഘമോളെ ഇങ്ങനെ സാഗൂതം നോക്കിയിരിക്കും. സുന്ദരിയാണ്, മിടുക്കിയാണ്. ദൈവമേ, മോൾക്ക് ക്യാൻസർ ആയിരിക്കരുതേ എന്ന് പ്രാർത്ഥിക്കും. എന്തിനായിരിക്കും വന്നത്? പൊട്ടാസ്യമാണ് കയറുന്നത്. നമുക്ക് ഹോസ്പിറ്റലിൽ ഇത്രയും നാളത്തെ ദീർഘകാല ട്രീറ്റ്മെൻറ്റുകൾ നടന്നതുകൊണ്ട് ഓരോ മരുന്നുകളും കണ്ടാൽ നമുക്കറിയാം. ഞാൻ അങ്ങനെ ആൾക്കാരോടൊക്കെ അധികം മിണ്ടുന്നില്ലായിരുന്നു. ആ സമയത്ത് മിണ്ടാൻ തുടങ്ങി വരുന്നതേ ഉള്ളായിരുന്നു. പൾമോ വാർഡായതുകൊണ്ട് അവിടെ നിറയെ ഇൻഫെക്ഷൻസ് ആണ്. പനി, ചുമ, ലങ്സ് ഇൻഫെക്ഷൻ. അങ്ങനെ ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് ഓങ്കോളജി വാർഡിലേക്ക് ബെഡ് ഉണ്ടെങ്കിൽ മാറാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പം ABCD എന്ന് 4 വിഭാഗമാണ്. അപ്പോൾ അതിൽ Aയിൽ നമുക്ക് ബെഡ് കിട്ടി. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവരും അടുത്ത ബെഡിൽ അവിടെ വന്നു. അവിടെ വന്നു കഴിഞ്ഞും ഞാൻ മോളെ ഇങ്ങനെ നോക്കിയിരിക്കും. എപ്പോഴും മൊബൈലിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അമ്മയോട് ഒത്തിരി വർത്തമാനം പറയുന്നുണ്ട്. അമ്മയും അച്ഛനുമാണ് കൂടെ. മലപ്പുറത്ത് വാളാഞ്ചേരി അവിടെയാണ് അവരുടെ വീട്. അങ്ങനെ ഞങ്ങൾ വർത്തമാനം പറയാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലാകുന്നത് അവൾക്ക് ക്യാൻസർ വന്നെന്നും അതിനുശേഷം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് രണ്ടാമത് വന്നതാണ് ഇപ്പോഴെന്നും ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. അപ്പം അമ്മ പറഞ്ഞു അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഇറ്റ്സ് മീ അനഘ. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, ഓരോ വീഡിയോസ് കാണാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അവളെ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. MSc റാങ്ക് ഹോൾഡറാണ്. വിവാഹം നിശ്ചയിച്ച് വിവാഹ വസ്ത്രം വരെ എടുത്ത് ഇരിക്കുന്ന ആ ഒരു സമയത്താണ്, 5-6 ദിവസമേ ഉള്ളൂ വിവാഹത്തിന്. ആ സമയത്താണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നത്. ഒരു പ്രാണി കടിച്ചതാണ്. ആ പ്രാണി കടിച്ചിടം തടിക്കുകയും ചുമക്കുകയും നീലിക്കുകയും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അടുത്തുള്ള ആശുപത്രികളിലൊക്കെ കാണിച്ച് ലാസ്റ്റിൽ അമൃതയിലെത്തി. കിഡ്നി ഫെയിലിയർ ആയിരുന്നു, 2 കിഡ്നിയും. ക്രിയാറ്റിൻ 9 അങ്ങനെ അവിടെ ട്രീറ്റ് ചെയ്ത് ക്രിയാറ്റിൻ 9 നിന്ന് കുറഞ്ഞു വന്നു. കിഡ്നിയൊക്കെ ഓക്കെ ആയി. അങ്ങനെ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ്, മന്ത്ലി ചെക്കപ്പ് ഉണ്ടല്ലോ, അങ്ങനെ ചെക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ക്യാൻസർ എന്ന മഹാരോഗം പിടികൂടിയത് അറിയുന്നത്. MSc സുവോളജി ആയിരുന്നല്ലോ. അപ്പം അവൾക്ക് ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കാണണം. നീരജ് സാറ് ഏത് കാര്യവും നമുക്ക് പറഞ്ഞു തരും. ഹെമറ്റോളജിയിലെ ഹെഡാണ്.
നീരജ് സാറ് സമർത്ഥനായ ഡോക്ടറാണ്. ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി അസുഖം മാറും. ഏതൊരു പെൺകുട്ടിയെ സംബന്ധിച്ച് മുടി വളരെ പ്രധാനമാണല്ലോ. പല ഫാഷനിൽ മുറിച്ചിടാനും കെയർ ചെയ്യാനും കളറിടാനും കോതി മിനുക്കാനും ഒക്കെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ. നമുക്കറിയാം കീമോതെറാപ്പിയുടെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മുടി പോകുക എന്നതാണ്. അത് പലർക്കും ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമാണ്. മെൻ്റൽ ഡിപ്രഷൻ വരെ വന്നവരെ കുറിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ. അതിനെയെല്ലാം തരണം ചെയ്ത് ആ അസുഖത്തിൽ നിന്ന് അവൾ മുക്തയായി. കൂടെ ട്രാൻസ്പ്ലാന്റും ചെയ്തു. എന്നിട്ടും 7 മാസം കഴിഞ്ഞപ്പോൾ അവൾക്ക് വീണ്ടും ആ അസുഖം വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നമുക്ക് കൊടുക്കാനുള്ള മരുന്നുകൾ വളരെ കുറവാണ്, ശരീരം അത് താങ്ങത്തില്ല, എന്തും സംഭവിക്കാം. പിന്നീട് അവളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിലായിരുന്നു ആ കുടുംബത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ. അവളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുക. അങ്ങനെ ഞങ്ങൾ മാർച്ച് അവസാനം ഡിസ്ചാർജായി. തിരിച്ച് 7 ദിവസം കഴിഞ്ഞ് വന്നു അടുത്ത മരുന്നിന് വേണ്ടി. ഞങ്ങൾ അഡ്മിറ്റായി കഴിഞ്ഞ ഉടനെ അവരും വന്നു. അനഘ കിടന്ന ബെഡിലാണ് എനിക്ക് ആ പ്രാവശ്യം അഡ്മിഷനിൽ ബെഡ് കിട്ടിയത്. ആ ബെഡാണ്. അനഘമോൾക്ക് സീവാർഡാണ് കിട്ടിയത്. പേഷ്യൻസിന് യൂണിഫോം ഉണ്ട്. അതുകൊണ്ട് പേഷ്യൻസിനെ കാണാൻ പോകാനായിട്ട് അനുവാദമില്ല. പല ഇൻഫെക്ഷൻസൊക്കെ വരുമല്ലോ, പല രോഗികൾക്ക് പല അസുഖങ്ങൾ കാണുമല്ലോ. പക്ഷെങ്കിൽ ഞാൻ പാത്തു പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല അടുപ്പമായി. ചേട്ടനും പോയി കാണും, സംസാരിക്കും, അവരിങ്ങോട്ട് വരും. അനഘമോൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, കാലിൽ നീരുണ്ടായിരുന്നു. എന്നാലും അവൾ വീൽ ചെയറിൽ വരും എന്നെ കാണാൻ. അന്നേരം ഞാൻ മൊട്ടയായിരുന്നു, മുടിയെല്ലാം പോയിട്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എന്നെ ആശ്വസിപ്പിക്കും, ആൻറ്റി മുടി പെട്ടെന്ന് കിളുക്കും, ഒരു ടെൻഷനും എടുക്കണ്ട, മുടി പോയി എങ്കിൽ മരുന്ന് പിടിച്ചു എന്നാണ് അർത്ഥം എന്നൊക്കെ അവൾ എന്നെ ആശ്വസിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഏപ്രിൽ ആദ്യം, ഇപ്പോൾ ഏപ്രിൽ 15 വിഷു ആണല്ലോ. അപ്പോൾ അവൾക്ക് വിഷുവിന് വീട്ടിൽ പോകണം. കല്യാണം കഴിക്കാനിരുന്ന ആ പയ്യൻ വരും. അവന് നല്ല സ്നേഹമായിരുന്നു അവളെ, നല്ല കെയറിങ് ആയിരുന്നു. അങ്ങനെ ഡോക്ടർ ഡിസ്ചാർജ് കൊടുത്ത് അവർ വീട്ടിൽ പോയി വിഷുവൊക്കെ ആഘോഷിച്ച് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ മുതൽ അവളുടെ അവസ്ഥ ഇച്ചിരി മോശമായിരുന്നു, ഇച്ചിരി കണ്ടീഷൻസ് മോശമായിരുന്നു. അങ്ങനെ വിഷു കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അവളെ കണ്ടില്ല. ചേട്ടൻ പോയി കണ്ടു. അങ്ങനെ 25 ഏപ്രിൽ രാവിലെ അവൾ പോയി.
ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അങ്ങനെ പോയി. എന്നോട് ചേട്ടൻ പറഞ്ഞില്ല, ഞാൻ വിഷമിക്കുമെന്നറിയാം. കാരണം ഞാൻ അവളുമായിട്ട് മനസ്സുകൊണ്ട് ഒത്തിരി അടുത്തിരുന്നു. മോളുടെ യൂട്യൂബ് ചാനലുകളിലെ ഓരോ വീഡിയോകൾ കാണുകയും അങ്ങനെ അവളെ ഞാൻ ഒത്തിരി അടുത്തറിഞ്ഞു. അപ്പം ഞാൻ വിഷമിക്കുമെന്ന് ചേട്ടനറിയാം. അതുകൊണ്ട് ചേട്ടൻ എന്നോട് പറഞ്ഞില്ല. പക്ഷേ എന്തോ ഒരു അരുതാഴിക, നമ്മൾക്ക് മനസ്സിൽ നമ്മൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് മനസ്സിലൊരു ഇടിച്ചിലുണ്ടാകും. ആ ഒരവസ്ഥ ആരും ഒന്നും പറയുന്നില്ല. എല്ലാവരുടെയും മുഖത്ത് നല്ല വിഷമമുണ്ട്. ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ, 25-ാം തീയതി 3 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ, അപ്പോഴും ഞാൻ സംശയമുണ്ട്, എന്നാലും അറിഞ്ഞിട്ടില്ല. നിസ സിസ്റ്റർ വന്ന ഉടനെ ഞാൻ ചോദിച്ചു. അപ്പം നിസ സിസ്റ്ററാണ് എന്നോട് അനക്കമോളുടെ കാര്യം പറഞ്ഞത്. രാവിലെ അവൾ പോയി എന്നുള്ളത്. ബോഡി ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ചേട്ടനൊക്കെ പോയി കണ്ടിരുന്നു. ഒത്തിരി ധൈര്യവും ഒത്തിരി ആഗ്രഹങ്ങളുമുള്ള, ഭാവിയിൽ നല്ല ഒരു ജോലി വേണം, കുടുംബത്തെ നോക്കണം, അങ്ങനെയൊക്കെ ഒത്തിരി ആഗ്രഹിച്ച ഒരു മോളായിരുന്നു. ട്രാൻസ്പ്ലാന്റ് പറഞ്ഞപ്പോഴും വീട് വിൽക്കണ്ട എന്ന് കട്ടായം പറഞ്ഞു. കാരണം നമുക്ക് കയറിക്കിടക്കാൻ ഒരു വീട് ആവശ്യമാണ്. അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും കിടക്കാൻ ഒരു വീട് ആവശ്യമാണ്. അങ്ങനെ നാട്ടുകാരുടെ ഒരു സഹായത്തിലാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. ചെയ്തിട്ടും ദൈവം വീണ്ടും പരീക്ഷിച്ചു. രണ്ടാമത് ആ അസുഖം വന്നത്, അത് ആ കുടുംബത്തിന് വലിയൊരു ഷോക്കായിരുന്നു. എങ്കിലും ആ അച്ഛനും അമ്മയും സങ്കടം ഉള്ളിൽ മറച്ചു വെച്ച് ചിരിക്കുന്ന മുഖവുമായിട്ട് അവിടെ കൂടെ നിന്നു, അവളെ സപ്പോർട്ട് ചെയ്തു. വീഡിയോകൾ എടുക്കാനും ഒക്കെ അനിയത്തിയും അമ്മയും അച്ഛനും ഒരുപോലെ കൂടെ നിന്നു. ലാസ്റ്റിൽ അവൾ അമ്മയോട് പറഞ്ഞു, എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഒരു കാരണവശാലും നിർത്തരുത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്, എന്നെ സ്നേഹിക്കുന്നവരാണ്, അവരെ ഒരു കാരണവശാലും വിഷമിപ്പിക്കരുത്. ഈ ചാനൽ മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഭഗവാൻ ഇവർക്ക് വീണ്ടും ഒരു പരീക്ഷണം കൂടെ കൊടുത്തു. ആ അച്ഛനിടയ്ക്കൊരു അറ്റാക്ക് വന്നു. അമൃതയിൽ വെച്ച് തന്നെയാണ്. അമ്മയ്ക്ക് അനഘയുടെ അടുത്തേന്ന് മാറാൻ പറ്റത്തില്ല. അവൾക്ക് എഴുന്നേക്കാനോ നടക്കാനോ ഒന്നും പറ്റത്തില്ല. അവളുടെ കൂടെ എപ്പോഴും വേണം ആള്. അങ്ങനൊരു പ്രതിസന്ധി ഘട്ടം അവർക്ക് അതിൻ്റെ ഇടയിൽ വീണ്ടും ഉണ്ടായി. ഭഗവാൻ ഇഷ്ടമുള്ളവരെയാണോ ഈ പരീക്ഷിക്കുന്നത് അറിയില്ല, എന്തുകൊണ്ടാണെന്നറിയില്ല. എങ്കിലും ആ കുടുംബം, അച്ഛനും അമ്മയും അനിയത്തിയും ഇന്നും അവളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുകയാണ്. അമ്മമാർക്കറിയാമല്ലോ മക്കളുടെ ആഗ്രഹങ്ങൾ. ആ ആഗ്രഹങ്ങൾ, ആ നഖമോളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ആ അമ്മയും അച്ഛനും അനിയത്തിയും ഇന്നും പ്രയത്നിക്കുകയാണ്. അതാണല്ലോ അവർക്കിനിയുള്ള ഒരു സന്തോഷം. അതിലൂടെയാണല്ലോ അവർ ആനന്ദം കണ്ടെത്തുന്നത്. അങ്ങനെ ആ കുടുംബത്തിന് എല്ലാ ഭാവുകങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.